അപ്പോൾ അങ്ങനെ ഇത് മക്കളെ ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് കുറച്ച് വേളൂരിയാണ്. അപ്പോൾ ഈ വേളൂരി തോനെ കിട്ടുമ്പോൾ നമുക്ക് ഒരു ബേജാറുണ്ടാവും. ഇതിപ്പോൾ എങ്ങനെ വൃത്തിയാക്കി കഴിയും, എപ്പോൾ കഴിയും എന്നൊക്കെയുള്ള. പ്രത്യേകിച്ചും ഒരാൾ മാത്രമാണ് വീട്ടിൽ ജോലിക്കുള്ളത്. അവർക്ക് തന്നെ എല്ലാ ജോലിയും ചെയ്യാൻ അവർ തന്നെ ഉള്ളൂ. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര പാടാണ് ഇതുപോലെ വേളൂരി കിട്ടിയാൽ അത് വൃത്തിയാക്കി എടുക്കാൻ. അപ്പോൾ അങ്ങനത്തെവർക്കൊക്കെ പറ്റിയ നല്ലൊരു ഐഡിയയും കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ വേളൂരി എടുക്കുക, അതിൻ്റെ തലയും വാലും കൊണ്ട് ഒഴിവാക്കുക. അതിൻ്റെ ശേഷം ഇതുപോലത്തെ ഒരു കുപ്പി എടുക്കുക. ഹോർലിക്സിൻ്റെ കുപ്പിയോ ബൂസ്റ്റിൻ്റെ കുപ്പിയോ എന്തോ ആവട്ടെ. അതിൻ്റെ ശേഷം നമുക്ക് നമ്മളിവിടെ വൃത്തിയാക്കി വെച്ചിട്ടുള്ള വേളൂരി എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. കുപ്പി നിറച്ചിട്ട് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പകുതി ഇട്ട് കൊടുക്കുക, എങ്ങനെ ഇട്ട് കൊടുക്കുക. അതിലേക്ക് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കേണ്ടത്. പൊടിയിപ്പ് ഒരിക്കലും ഇട്ട് കൊടുക്കരുത്. പൊടിയിപ്പിട്ട നമ്മുടെ വേളൂരി ഒരിക്കലും വൃത്തിയായി കിട്ടൂല. അപ്പോൾ കല്ലുപ്പ് തന്നെ വേണം. അതിന് ശേഷം നല്ലോണാണ്ട് കിലുക്കി കൊടുക്കുക. 1-2 പ്രാവശ്യം ഒന്നാട് കുലുക്കി കൊടുത്താൽ മതി. ഒരു പാത്രത്തിലേക്കാണ്ട് കൊട്ടിക്കൊടുക്കുക. കണ്ടില്ലേ നമ്മളെ മീൻ എത്ര എളുപ്പം വൃത്തിയായി കിട്ടി നമുക്ക്. അപ്പം ഇനി ആരും വേളൂരി കിട്ടിയാൽ ഒഴിവാക്കാൻ നിൽക്കണ്ട. ഇത് വൃത്തിയാക്കാൻ പണിയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ആരും തന്നെ ഒഴിവാക്കാൻ നിൽക്കണ്ട. കണ്ട അതിൻ്റെ ചെള്ള്. അപ്പോൾ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.